തുർക്കികളോട് നിങ്ങൾ യുദ്ധം ചെയ്യും വരെ, മുസ്ലിം സമൂഹമേ തുർക്കികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് വരെ, ആരാ തുർക്കികൾ നല്ല മുഖം ചുവന്നു തൊടുത്ത ചെറിയ കണ്ണുകളുള്ള പൂച്ചക്കണ്ണന്മാരായ തുർക്കികൾ, അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് വരെ. യഥാർത്ഥത്തിൽ തുർക്കി ഏതാ? തുർക്കി ഇസ്ലാമിക രാഷ്ട്രം. തുർക്കി ഇപ്പൊ തുർക്കിയുടെ പ്രസിഡന്റ് ആരാ? ഇപ്പൊ തുർക്കിയുടെ പ്രസിഡന്റ് ആരാ? ഉർദുഗാനല്ലേ? റജബ് തയ്യിബ് ഉർദുഗാനല്ലേ? നിങ്ങൾ തുർക്കികളുമായിട്ട് യുദ്ധം നടത്തും. അറബ് സമൂഹം തകർന്ന് തരിപ്പണമായതിനു ശേഷം ഇതെല്ലാം നടക്കുമ്പോ മറുഭാഗത്ത് പെണ്ണുങ്ങളെ വ്യഭിചരിക്കുമ്പോ, പച്ച യൂറോപ്പുകാര് മുസ്ലിം പെണ്ണുങ്ങളുടെ മടിക്കുത്തടിച്ചിട്ട് വ്യഭിചരിക്കുമ്പോ, ഇതൊന്നും അറിയാത്തതുപോലെ അറബ് സമൂഹം മുഴുവനും വൈദേശിക സംസ്കാരങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള അവസ്ഥയിലാകും. ഏടവസ്ഥയിൽ മറുഭാഗത്ത് നടക്കുമ്പോ, മറുഭാഗത്ത് മുസ്ലിം പെണ്ണുങ്ങളെ മാനവംഗം ചെയ്യുമ്പോ, ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് പറഞ്ഞിട്ട് അവരവരുടെ നഗരം മുഴുവനും പൂവുകൾ വെച്ച് പിടിപ്പിക്കും. ഏതുപോലെ മനുഷ്യന് മനസ്സിലാവില്ല. അവൻ ഉടുമുണ്ടടിച്ചിട്ട് മുഖം തുടയ്ക്കുകയാണ്. അവൻ ഉടുമുണ്ടടിച്ചിട്ട് മുഖം തുടയ്ക്കും. യഥാർത്ഥത്തിൽ അവൻ അറിയില്ല അവന്റെ നഗ്നത വെളിവായത്. ഇതുപോലെയാണ് അറബ് ലോകം. ഈ അറബ് ലോകം മതപ്പതിക്കുമ്പോ നിങ്ങൾ തുർക്കികളുമായി യുദ്ധം ചെയ്യും. തുർക്കി റജബ് തയ്യിബ് ഉർദുഗാന്റെ തുർക്കി. ആ തുർക്കിയിൽ ഇപ്പം ഒരൽപ്പം ഇസ്ലാമികവൽക്കരണം നടക്കുന്നുണ്ട്. കമാലത്താ തുർക്കി പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയുടെ മുമ്പിൽ ഇതേവരെ കമാലത്തർക്കിന്റെ ജമാലത്തുൻ നാസറിന്റെ പടമായിരുന്നു. അത് മാറ്റിയിട്ട് ഖലീഫയുടെ പടം വെച്ചത് റജബ് തയ്യിബ് ഉർദുഗാനാണ്. ഇപ്പൊ തുർക്കി ഇസ്ലാമിക പക്ഷത്തേക്ക് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കാണാം. അവസാനം തുർക്കികൾ ഇസ്ലാമിനെതിരായി യുദ്ധം ചെയ്യും. ഇസ്ലാമിനെതിരായി യുദ്ധം ചെയ്യും. മനസ്സിലായില്ല. എന്നാ ഒരു ഹദീസ് കൂടെ കൂട്ടി വായിച്ചു. യൂഷികു അഹ്ലുൽ ഫുറാത്തി അൻ യസ്ര അലൈഹിം ജിബാലു ദഹബി സഹാബാ അലാ തഖൂമു സഅ. ലോകാവസാനം സംഭവിക്കുകയില്ല. യൂഫ്രട്ടീസിന്റെ തീരങ്ങളിൽ സ്വർണ്ണത്തിന്റെ മലകൾ ഉയർന്നു വരുന്നത് വരെ. യൂഫ്രട്ടീസിന്റെ തീരങ്ങളിൽ സ്വർണ്ണത്തിന്റെ മലകൾ ഉയർന്നു വരും. സ്വർണ്ണമല കണ്ട ആരേലും വിടുവോ? എവിടെ വിടാൻ? എടപ്പള്ളിയിൽ കടത്തിന്റെ കിടക്കണ കിളവിയുടെ കാതിൽ കിടന്ന് 1.5 പവന്റെ വള ഊരാൻ കാതർത്തോണ്ട് പോയ ആളുകളാണ് ഇപ്പൊ സ്വർണ്ണമല വന്ന വിടുന്നത്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് സ്വർണ്ണത്തിന്റെ മല ഉയർന്നു വരും. എവിടെയാ യൂഫ്രട്ടീസ്? അങ്ങനെ പറയൂട്ടെ. ആരാ പറഞ്ഞേ? കൈവക്ക്. മാഷാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അറിവിൽ അല്ലാഹു നല്ല ബോധം നൽകട്ടെ. അത് ഇറാഖിലാണ്. ഇറാഖ് അധിനിവേശം കഴിഞ്ഞപ്പോ അമേരിക്കയും സഖ്യകക്ഷികളും അവരുടെ പട്ടാളത്തുണ്ടാക്കിയത് യൂഫ്രട്ടീസിന്റെ തീരത്താ. ഇറാഖിന്റെ അധിനിവേശം കഴിഞ്ഞാൽ അമേരിക്ക തിരിച്ചു പോവണ്ടേ? നൂരിയൽ മാലിക്കിയുടെ ഗവൺമെന്റ് വന്നു. രാസായുധം പിടിക്കാനാണ്. പിന്നെ അമേരിക്ക തിരിച്ചു പോവണ്ടേ? പോയില്ലല്ലോ. പോയോ? ഇല്ല. 90 വർഷത്തെ കരാറുണ്ടാക്കി. 90 വർഷത്തെ കരാറുണ്ടാക്കി യൂഫ്രട്ടീസിന്റെ തീരത്തവരുടെ പട്ടാള ടെന്റ് ഉണ്ടാക്കി. അമേരിക്കയുടെ സഖ്യകക്ഷികളുടെയും പട്ടാള ടെന്റുകൾ മുഴുവൻ യൂഫ്രട്ടീസിന്റെ തീരത്താ. കാരണം അവർക്കറിയാം അവിടെയാണ് അല്ലാഹുവിന്റെ മുത്തു പറഞ്ഞത്, അവിടെയാണ് സ്വർണ്ണമല വരുന്നതെന്ന്. ഹബീബായ മുത്തു പറഞ്ഞാൽ അത് ഉയരുമെന്ന് ജൂതനസാറാക്കൾക്ക് ഉറപ്പാ. മേത്തൻ ഉറപ്പില്ല. അവനിപ്പോഴും തർക്ക വിതർക്കവുമായിട്ട് ഇത് ലൈഫാണോ, ഇത് സഹീഹാണോ, ഇത് അന്നുണ്ടോ അലാണ്ടോ മത്താവുണ്ടോ ഹത്താവുണ്ടോ എന്ന് ചോദിച്ചിട്ട് മേത്തൻ ഇങ്ങനെ നടക്കാണ്. അവന്റെ ഹൗദിന്റെ കരയിലെ സെക്രട്ടറിയുടെ പിച്ചാത്തിപ്പിടി വായിൽ കുത്തിക്കേട്ടിട്ട് അവനവിടെ തർക്ക വിതർക്കത്തിനാണ്. ഇപ്പോഴും അവൻ ഈ ഹദീസ് ലൈഫാണോ സഹീഹാണോ മേത്തനറിയില്ല. പക്ഷേ ജൂതനസാറാക്കറിയാം. ഒരു കാര്യം എന്റെ കുട്ടികൾ പഠിച്ചോണം. ലോകത്തെ ഏറ്റവും കൂടുതൽ ദറസ് നടക്കുന്നത് മലബാറിലല്ല. ഏറ്റവും കൂടുതൽ ഹദീസും ഖുർആനും പഠിക്കുന്നത് ഇസ്രയേലിലെ ജൂതന്മാരാണ്. മനസ്സിലായോ? ഖുർആൻ പഠിക്കുന്നത് ജൂതനസാറാക്കളാണ്. കാരണം ലോകത്ത് നടക്കാൻ പോകുന്നൊരു കാര്യം പറഞ്ഞ ഒരേ ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥമാണ്
ആ ഗ്രന്ഥമാണ്. എടുക്കുമ്പം ഒന്ന് മുത്തുകയും വെക്കാൻ നേരത്ത് 2 മുത്തം മുത്തിയിട്ട് ഇന്നേ വരെ നമ്മൾ മലമാരയിൽ വെച്ച വിശുദ്ധ ഖുർആൻ എടുക്കുമ്പോ ഒരു മുത്തം, വെക്കാൻ നേരത്ത് 3 മുത്തം, തീർന്നു. പിന്നെ അതിന്റെ ഇടയിൽ നമുക്കൊരു ബന്ധമില്ല ഖുർആനുമായിട്ട്. ഈ മുത്തം കൊടുക്കലുണ്ട്. ഖുർആന് 2 ഗുണമുള്ളെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ ആളുകൾക്ക്. ഒന്ന്, പുതിയ വീട് വെച്ചിട്ട് അങ്ങോട്ട് കയറുമ്പോ കൈ വെച്ചോണ്ടിരിക്കാൻ, അത് തുറന്നു ഓതൂല. പുതിയ കെട്ടിട കഴിഞ്ഞാൽ അതേപടി മടക്കി. പുതിയ വീട് വെച്ചാൽ ബറക്കത്തിന് കൈ വെച്ചോണ്ട് കയറാൻ ഒരു ഖുർആൻ, അത് ഓതൂല. അകത്ത് കയറിയാൽ പിന്നെ അത് അലമാരയില്ല. പിന്നെ വാപ്പ കയറിയോ മരിക്കണം, അവന്റെ മക്കൾ ഓതണമെങ്കിൽ, നല്ല മക്കളാണെങ്കിൽ. അതേ ഒരു ഗുണം. രണ്ടാമത് ഖുർആൻ കൊണ്ടുള്ള ഗുണം, ഗൾഫിൽ നിന്ന് വന്നിട്ട് ഭാര്യ ആദ്യത്തെ ദിവസം പിടിച്ചിരുത്തിയിട്ട് സത്യം ചെയ്യടി. അവൻ പറഞ്ഞ സത്യമാണോ? അതാണ് 30 മുസാബാണ് സത്യം ചെയ്യ. പിന്നെ പെണ്ണും പിള്ളയുടെ ചാരിത്രശക്തിയിൽ സംശയം തോന്നിയാൽ അവളെ കൈ തൊട്ടിപ്പിച്ച് ഇതിനപ്പുറം നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ല. അതാണ് ഖുർആൻ കൊണ്ട് ഉമ്മത്തിനുണ്ടായ നേട്ടം. സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുന്നത് നസാറാക്കളാ. ആ നസാറാക്കൾക്കറിയാം മേത്തനറിയില്ല. എന്തുകൊണ്ട്? അവിടെ അവര് വെച്ചിരിക്കുകയാണ് അമേരിക്കയുടെയും സഖ്യകക്ഷികളെയും പട്ടാള ക്യാമ്പ് യൂപ്പട്ടീസിന്റെ തീരത്താ. അവിടെ പട്ടാള ക്യാമ്പുള്ള ഒരേ ഒരു മുസ്ലിം രാഷ്ട്രമേയുള്ളൂ, അത് തുർക്കിയാണ്. അവിടെ യൂപ്പട്ടീസിന്റെ തീരത്ത് പട്ടാള ക്യാമ്പ് വെച്ച മുത്തുനബിയെ അങ്ങ് പറഞ്ഞിടത്തേക്ക് ലോകത്തിന്റെ സംവിധാനങ്ങൾ വരുന്നു നബിയെ. അതിന്റെ അടയാളങ്ങൾ വരികയാണ്, അതിന്റെ അടയാളങ്ങൾ വരികയാണ്. അവിടെ ഒരൊറ്റ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ക്യാമ്പേ ഉള്ളത് തുർക്കിയാണ്. കാരണം ലോക അവസാനത്തിന് മുമ്പ് തുർക്കി അമേരിക്കയുടെ കൂടെ കൂടാനുള്ളതാണ്. അല്ലാഹു ചിന്തിക്കാനുള്ള ബോധം തരട്ടെ.